ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. നമ്മുടെ ഇന്നത്തെ ക്ലാസ് 2ാം ക്ലാസ്സിലെ ഇംഗ്ലീഷാണ് കേട്ടോ. 2ാം ക്ലാസ്സിലെ ഇംഗ്ലീഷിലെ യൂണിറ്റ് 5 ആണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. റോബോ ആൻഡ് ഫ്രണ്ട്സ് നമ്മുടെ നേരത്തെ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ ഈ ക്ലാസ്സിൻ്റെ പ്ലേലിസ്റ്റിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കും. പ്ലേലിസ്റ്റിൽ നിങ്ങൾക്കത് കിട്ടും കേട്ടോ നോക്കിക്കഴിഞ്ഞാൽ. അപ്പോൾ നമ്മൾ യൂണിറ്റ് 5 ഇനി നോക്കുന്നത് ജോ ദ ആൻഡ് ആണ്. റീഡ് ആൻഡ് റിജോയ്സ്. ജോ ദ ആൻഡ് റീഡ് ആൻഡ് റിജോയ്സ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാ മക്കൾക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ ഈ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പം നമുക്ക് നോക്കിയാലോ. ജോ ദ ആൻഡ് റീഡ് ആൻഡ് റിജോയ്സ്. അപ്പം എന്താണ് ആൻറ്റ് എന്ന് പറഞ്ഞാൽ? ആൻറ്റ് ഉറുമ്പാണ് കേട്ടോ. ഇത് കണ്ടല്ലോ താഴെ ഈ ഉറുമ്പുകളൊക്കെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ജോ ആരാണെന്ന് നോക്കാം അല്ലേ നമുക്ക്. എ കോളനി ഓഫ് ആൻറ്റ്സ് വാസ് കളക്ടിങ് ഗ്രെയിൻസ്. അപ്പോൾ കോളനി ഓഫ് ആൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ഇത്രയും ആൻറ്റുകളിൽ ഒരുപാട് ഉറുമ്പുകൾ, അവരെയാണ് ഈ കോളനി ഓഫ് ആൻറ്റ്സ് എന്ന് പറയുക. അവരെന്താ ചെയ്യണത്? ധാന്യങ്ങൾ കളക്ട് ചെയ്യാണ് അല്ലേ, കൊണ്ടുപോവാണ് കളക്ട് ചെയ്തിട്ട്. They were collecting food for the cockroaches, their masters. അപ്പോൾ അവർ ആർക്ക് വേണ്ടിയാണ് ആ ഭക്ഷണം കളക്ട് ചെയ്യണത്, ഫുഡ് കളക്ട് ചെയ്യണത്, ഫുഡ് ശേഖരിക്കുന്നത്? കോക്രോച്ചസ് പറഞ്ഞ കൂറയാണ് കേട്ടോ. കോക്രോച്ചസ് അതിന് വേണ്ടിയിട്ടാണ് ഇവർ ഫുഡ് ശേഖരിക്കുന്നത്. കോക്രോച്ചസ് അവരുടെ മാസ്റ്റേഴ്സ് ആണെന്ന് പറയുന്നു. ഡു ഇറ്റ് ഫാസ്റ്റ്, ദ മാസ്റ്റേഴ്സ് വിൽ അറൈവ് നൗ. അപ്പോൾ ഈ ഉറുമ്പ് പറയാണ് പെട്ടെന്ന് ചെയ്യൂ, നമ്മുടെ മാസ്റ്റേഴ്സ് ഇപ്പോൾ വരും. ഓക്കെ. മോം, ഐ എം ഹംഗ്രി, ക്യാൻ വി ഈറ്റ് സം ഗ്രെയിൻസ്. അപ്പം ഈ ഉറുമ്പ് ചോദിക്കുകയാണ്. ഇത് അമ്മ ഉറുമ്പാണ് കേട്ടോ. ഇതാണ് അമ്മ ഉറുമ്പിനോട് ചോദിക്കുകയാണ്, അമ്മേ എനിക്ക് ഭയങ്കര വിശപ്പ്, ഞാൻ ഇതിൽ കുറച്ച് ധാന്യം കഴിച്ചോട്ടേ ചോദിക്കുകയാണ്. അപ്പോൾ എന്താ ഉത്തരം പറയുന്നത്? നോ, ദ കോക്രോച്ചസ് വിൽ കില്ലേഴ്സ്. പറ്റില്ല, ആ കൂറകൾ നമ്മളെ കൊല്ലും എന്ന് ഈ ഉറുമ്പ് പറയാണ്. വി ട്രൈഡ് ഓഫ് കളക്ടിങ് ഫുഡ് ഫോർ ദം. നമ്മൾ എന്താ ചെയ്യണത്? അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഫുഡ് കളക്ട് ചെയ്യുകയാണ് അല്ലേ, ഫുഡ് ശേഖരിക്കുകയാണ്. ആർക്ക് വേണ്ടി? കോക്രോച്ചസ്, കൂറകൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഉറുമ്പ് ചോദിക്കുക, വൈ ഷുഡ് വി വർക്ക് ഫോർ ദം? നമ്മൾ എന്തിനാണ് അവർക്ക് വേണ്ടി പണിയെടുക്കുന്നത്? നമ്മൾ എന്തിനാ ഈ കോക്രോച്ചസിന് വേണ്ടിയിട്ട് ഈ ഫുഡൊക്കെ ശേഖരിക്കുന്നത്? അപ്പോൾ നോക്കാം. പ്ലീസ് സ്പെയർ സം ഗ്രെയിൻസ് ഫോർ us. അപ്പോൾ ഇവിടെ എന്താ പറയണം? ഞങ്ങൾക്കും കൂടി കുറച്ച് ഗ്രെയിൻസ് തരൂന്ന് ഈ ഉറുമ്പ് റിക്വസ്റ്റ് ചെയ്യുകയാണ് അല്ലേ. വാട്ട്? അപ്പോൾ ഈ കോക്രോച്ച് എന്ന് ചോദിക്കുന്നു. കോക്രോച്ചസ് ഹിറ്റ് ദ ആൻറ്റ്സ് ആൻഡ് ടുക്ക് ഓൾ ദ ഗ്രെയിൻസ്. എന്നിട്ട് ഈ കോക്രോച്ചസ് എന്ത് ചെയ്യും? ഈ ഉറുമ്പിനെ ഹിറ്റ് ചെയ്യും അല്ലേ, ഒറ്റ ചവിട്ട്. ഒരു ഹിറ്റ് കൊടുത്തിട്ട് എന്ത് ചെയ്യണു? ആ ധാന്യങ്ങളെല്ലാം എടുക്കും, ആ ഗ്രെയിൻസ് എല്ലാം എടുക്കും. എന്നിട്ട് മൂവ് അവേ പറഞ്ഞിട്ട് ഇതാ കണ്ടോ, അതിനെ ഉപദ്രവിക്കും. വി ഷുഡ് സ്റ്റോപ്പ് വർക്കിംഗ് ഫോർ ദ കോക്രോച്ചസ്. അപ്പോൾ ഈ ഉറുമ്പ് പറയാണ്, നമ്മൾ ഈ കോക്രോച്ചസിന് വേണ്ടി ജോലി ചെയ്യുന്നത് നിർത്തണം. യെസ്, ബട്ട് ദേ ആർ ബിഗ്, ദേ ക്യാൻ കിൽ us. അപ്പോൾ ഈ ഉറുമ്പുകളൊക്കെ കൂടി എന്താ പറയണേ? ശരിയാണ്, പക്ഷേ കോക്രോച്ചസ് വലുതാണ്, അവർ നമ്മളെ കൊല്ലും അല്ലേ. വി ഷുഡ് ഫൈറ്റ് എഗൈൻസ്റ്റ് ദി കോക്രോച്ചസ്. അപ്പോൾ ഈ ഉറുമ്പ് എന്താ പറയണേ? നമ്മൾ ആ കോക്രോച്ചസിനെതിരായിട്ട് ഫൈറ്റ് ചെയ്യണം, പൊരുതി പിടിച്ചു നിൽക്കണം പറയണം. ബട്ട് ഹൗ? അപ്പോൾ ഈ ഉറുമ്പുകൾ ചോദിക്കുന്നു, എങ്ങനെ? അപ്പോൾ ഈ ഉറുമ്പ് എന്താ പറയണേ? ലെറ്റ്സ് ഫൈൻഡ് എ വേ. നമുക്കൊരു വഴി കണ്ടുപിടിക്കാം അല്ലേ. എന്നിട്ട് കോക്രോച്ചസിനെതിരെ പിടിച്ചു നിൽക്കണ്ടേ, അവരെ തുരത്താൻ വേണ്ടി ഒരു വഴി കണ്ടുപിടിക്കാമെന്ന് പറയാണ്. അപ്പോൾ ഇവിടെ എന്താ പറയണേ? ഐ ഗോട്ട് ആൻ ഐഡിയ. അപ്പോൾ ഈ ഉറുമ്പ് പറയണു, എനിക്കൊരു ഐഡിയ കിട്ടി. The ants made a giant bird with leaves and sticks. അപ്പം എന്നിട്ട് ഈ ഉറുമ്പുകൾ എല്ലാവരും കൂടി ചേർന്നിട്ട് ഒരു വലിയ പക്ഷീനെ ഉണ്ടാക്കും. എന്ത് വെച്ചിട്ട്? കുറേ ഇലകളും കമ്പൊക്കെ എടുത്തിട്ട് ഒരു പക്ഷീനെ ഉണ്ടാക്കി. ദേ ഹങ് ഇറ്റ് ഓൺ ദ ബ്രാഞ്ച് ഓഫ് എ ട്രീ. എന്നിട്ട് ആ ഒരു മരത്തിൻ്റെ ചില്ലയിൽ അതിനെ കെട്ടി തൂക്കിയിട്ടു. ഇതാ കണ്ടല്ലോ, ഈ ചിത്രത്തിൽ കാണുന്ന പോലെ ഇലകൾ കൊണ്ടുണ്ടാക്കിയ പക്ഷീനെ കെട്ടി തൂക്കിയിടുന്നു. ദേ വെയിറ്റഡ് ഫോർ ദ മാസ്റ്റേഴ്സ് ടു കം. എന്നിട്ടോ മാസ്റ്റേഴ്സ് വരാൻ വേണ്ടി അവർ വെയിറ്റ് ചെയ്തു. ആരാ മാസ്റ്റേഴ്സ്? കോക്രോച്ചസ്, കൂറകൾ അല്ലേ. അവർ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തു. The cockroaches came again, but there were no grains. കോക്രോച്ചസ് വീണ്ടും വന്നു അല്ലേ, പക്ഷെ എന്തുണ്ടായിരുന്നില്ല? ധാന്യങ്ങൾ, അരിമണികളോ ധാന്യങ്ങളോ ഒന്നുമില്ല.
വേർ ഇസ് അവർ ഫുഡ്? അപ്പോൾ ഈ കോക്രോച്ചസ് ചോദിക്കുകയാണ് ഞങ്ങളുടെ ഭക്ഷണം എവിടെ? ഓ എ ബിഗ് ബേർഡ്. അപ്പം ചോദിച്ച് മേലോട്ട് നോക്കുമ്പോൾ ഇവർ ഈ കെട്ടിത്തൂക്കിയ ബേർഡിനെ കാണും. അപ്പോൾ ഇവർ പേടിച്ചു. ഓ എ ബിഗ് ബേർഡ്, അയ്യോ ഒരു വലിയ പക്ഷി എന്ന് പറയണവർ. ദ കോക്രോച്ചസ് റാൻ അവേ. അത് കണ്ട് പേടിച്ച് കോക്രോച്ചസ് പേടിച്ചോടി. കാരണം കോക്രോച്ചസിനെ പക്ഷികൾ കഴിക്കും അല്ലേ. അപ്പോൾ കോക്രോച്ചസിനെ തിന്നാൻ വരികയാണ് പറഞ്ഞ് പേടിച്ചിട്ട് കോക്രോച്ചസ് ഓടി. റൺ, ഇറ്റ് വിൽ ഈറ്റ് us. ഓട്, അല്ലെങ്കിൽ അത് നമ്മളെ തിന്നും എന്ന് പറയാണ് കൂറകൾ. ദ ആൻഡ്സ് താങ്ക്ഡ് ജോ. ആൻഡ്സ് ആരെ? ജോ എന്ന് പറയുന്ന ആൻഡിനോട് താങ്ക് യു പറയാണ്. ജോ യു ആർ അവർ ഹീറോ. അപ്പോൾ ഈ ജോ എന്ന് പറയുന്ന ആൻഡാണ് ഈ ഐഡിയ കൊടുത്തതിൽ. അപ്പോൾ ജോ നീ ഞങ്ങളുടെ ഹീറോയാണെന്ന് പറയുന്നു. അപ്പം അത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് കഥ ഇഷ്ടമായോ? അപ്പം ഇനി നമുക്ക് ഇവിടെ എന്താ തന്നിരിക്കുന്നത് നോക്കാം. Match the dialogues and words using lines. Do it fast. The masters will arrive now. പെട്ടെന്ന് ചെയ്യൂ, മാസ്റ്റേഴ്സ് വരും എന്ന് പറയണു അല്ലേ. ഇവിടെ എന്താണ് ഏതാണ് മാച്ച് ചെയ്യേണ്ടത്? നമ്മൾ കളക്റ്റ് ആണ് കേട്ടോ. അടുത്തത് ദ ഡീറ്റെയിൽസ് ആർ ഓൺ ദ നോട്ടീസ് ബോർഡ്. അപ്പോൾ ഡീറ്റെയിൽസ് നോട്ടീസ് ബോർഡിലുണ്ട്. മാജിക്. ഓക്കെ. നെക്സ്റ്റ് ഓ എ ബിഗ് ബേർഡ്. ഏതിലേക്കാണ് മാച്ച് ചെയ്യേണ്ടത്? ഹിറ്റ്. ഓ എ ബിഗ് ബേർഡ് അഫ്രൈഡിലേക്ക് മാച്ച് ചെയ്യുക കേട്ടോ. ഓ എ ബിഗ് ബേർഡ് എന്നുള്ളതിൽ പേടി, അഫ്രൈഡിലേക്ക് മാച്ച് ചെയ്യുക. അടുത്ത എന്താ? മൂവ് എവേ. എന്തിലേക്കാണ് മാച്ച് ചെയ്യേണ്ടത്? ഹിറ്റിലേക്ക് മാച്ച് ചെയ്യുക. അടുത്തത് എന്താ? ഐ എം ഓൺ ദിസ് ഫ്ലോർ ഫോർ ദ ഫസ്റ്റ് ടൈം. ഐ എം ഓൺ ദിസ് ഫ്ലോർ ഫോർ ദ ഫസ്റ്റ് ടൈം. എക്സൈറ്റഡിലേക്ക് മാച്ച് ചെയ്യുക. അടുത്തത് എന്താ? വോ അമേസിങ്. വോ അമേസിങ് ഏതിലേക്ക് മാച്ച് ചെയ്യുക? എക്സ്ക്ലൈംഡിലേക്ക് മാച്ച് ചെയ്യുക. അപ്പം എന്തൊക്കെയാണ് പറഞ്ഞത്? നമ്മൾ ആദ്യത്തെ മാച്ച് ചെയ്തിരിക്കുന്നത് എങ്ങോട്ടാണ്? ആദ്യത്തെ കളക്റ്റിലേക്ക് മാച്ച് ചെയ്തു. രണ്ടാമത്തത് മാച്ച് ചെയ്തിരിക്കുന്നത് എങ്ങോട്ടാ? രണ്ടാമത്തെ നമ്മൾ മാജിക്കിലേക്ക് മാച്ച് ചെയ്തു. മൂന്നാമത്തെ നമ്മൾ അഫ്രൈഡിലേക്ക് മാച്ച് ചെയ്തിട്ടുണ്ട്. മൂവ് എവേ എന്നുള്ളത് നമ്മൾ ഹിറ്റിലേക്ക് മാച്ച് ചെയ്തു. ഐ എം ഓൺ ദിസ് ഫ്ലോർ അത് എക്സൈറ്റഡിലേക്ക് മാച്ച് ചെയ്തു. വോ അമേസിങ് എന്നുള്ളത് എക്സ്ക്ലൈമഡിലേക്ക് മാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങൾ ഈ ബെല്ലൈക്കൺ, നിങ്ങൾക്ക് അറിയാലോ ബെല്ലൈക്കൺ, ഈ ബെല്ലിൻ്റെ സിമ്പിൾ കണ്ടില്ലേ? ഈ ബെല്ലൈക്കണിലൊന്ന് പ്രസ് ചെയ്യുക. എന്നിട്ട് അത് ഇനാബിൾ ചെയ്ത് വെക്കുക. എന്തിനാണ് നിങ്ങൾ ഇനാബിൾ ചെയ്യണത്? നിങ്ങൾ ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഇനാബിൾ ചെയ്താൽ നിങ്ങളുടെ 2ാം ക്ലാസ്സിൻ്റെ ക്ലാസ്സുകൾ, നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ക്ലാസ്സുകളും ഹോംവർക്ക് ക്ലാസ്സസും ഒക്കെ ഇടും. അപ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് നിങ്ങളത് ഇനാബിൾ ചെയ്യേണ്ടത്. ഓക്കെ. അപ്പോൾ അത് നിങ്ങൾ തീർച്ചയായും ഇനാബിൾ ചെയ്ത് വെക്കുക. തുടർന്ന് വാച്ച് ചെയ്യുക. നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.